പാപ്പേട്ടാ എന്താ തീരുമാനം എന്ന് വെച്ചാ പറ. അതല്ലേ വേണ്ടേ? എല്ലാവർക്കും അറിയാം. ഒരുപാട് ആലോചിക്കുള്ളേ. കല്യാണം നടത്തി കൊടുക്കുന്നത് തിരുമേനി പൂജ തുടങ്ങിക്കോ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഗിരി, നീ ഒന്നും മിണ്ടായിരിക്കുക. ശശിയേട്ടാ, ഇവര് കാര്യം അറിയാതെ എന്തൊക്കെയാ? നീ സംസാരിക്കണ്ട, ഞങ്ങളും സംസാരിക്കട്ടെ. ഗിരിയും പാർവതിയായിട്ടുള്ള വിവാഹം നടത്തി കൊടുത്താൽ നല്ലതേ വരൂ. ഗിരിയെപ്പോൾ ഇത്ര ഉത്തരവാദിത്വമുള്ള പയ്യനെ പാർവതിക്ക് വരെ കിട്ടുവോ? പപ്പേട്ട എന്താ ഒന്നും മിണ്ടാത്ത? ഒരു തീരുമാനം പറ പാപ്പേട്ടാ. ആലോചിക്കൊന്നും വേണ്ട. നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. ഗിരി തന്നെ കെട്ടട്ടെ, അതാ നല്ലത്. നീ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? എല്ലാരും പറയല്ലേ ഗിരിക്ക് കെട്ടിച്ചു കൊടുക്കാൻ. ഇനി അത് തന്നെ നടക്കട്ടെ. തീരുമാനം ഞാൻ പറയാം. ഇതിനൊരു തീരുമാനമേ ഉള്ളൂ. ഗിരി പാർവതിയും കൊണ്ട് ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ ഇവൻ തന്നെ പാർവതിയെ കല്യാണം കഴിച്ചോളും. അമ്മ എന്തീ പറയുന്നേ? ഞാൻ പറഞ്ഞത് മാത്രം ഇതിനൊരു പരിഹാരം. ഇല്ലെങ്കിൽ നശിക്കുന്നത് നമ്മുടെ പാറുവിന്റെ ജീവിതമാണ്. അമ്മ പറഞ്ഞ അച്ഛൻ കേട്ടില്ലേ? അച്ഛൻ എന്തോന്നും മിണ്ടാത്ത? അപ്പച്ചി ഗിരിയേട്ടനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിക്കരുത്. ഈ കല്യാണം നടക്കാൻ പാടില്ല, ഒരിക്കലും നടക്കാൻ പാടില്ല. അപ്പച്ചി പറയുന്ന പോലെ ഞാൻ എങ്ങനെ പാറുവിനെ കല്യാണം കഴിക്കും? പാറുവിന്റെ മനസ്സിൽ ഡോക്ടർ മാത്രമേ ഉള്ളൂ. ഡോക്ടർ തന്നെ വേണം പാറുവിനെ കല്യാണം കഴിക്കാൻ. അവര് തമ്മിലുള്ള വിവാഹം വേണം നടക്കാൻ. അച്ഛൻ പറ, എന്താ വേണ്ടേ? അമ്മയും ഈ നാട്ടുകാരും പറയുന്ന പോലെ അച്ഛൻ ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ പോകണോ? പാപ്പേട്ടാ എന്താ തീരുമാനം എന്ന് വെച്ചാ പറ.
അതല്ലേ വേണ്ടേ അതെ ഇതിലൊരു അവര് തീരുമാനം തമ്മിൽ ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. പിന്നെ നീ എന്താ ഒരുപാട് ആലോചിക്കാനുള്ളേ? കല്യാണം നടത്തി കൊടുക്കുന്നത്. തിരുമേനി പൂജ തുടങ്ങിക്കോ. എവിടെ എവിടെ കെട്ടിവേളം? അച്ഛാ പാർവതി വേറി കത്തർമണ്ഡപത്തിലിരിക്കെ. അച്ഛൻ ഇരിക്കാൻ ഞാൻ മോളെ അച്ഛൻ പറയുന്നത് അനുസരിക്ക്. അമ്മ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളത് കേൾക്കണം. അമ്മാവ വേണ്ട, ഇവിടെ ആർക്കും നീ പറയുന്നത് കേൾക്കണ്ട. ഞാൻ പറയുന്നത് കേട്ടാ മതി. അച്ഛാ ആലോചിച്ചു വേണം തീരുമാനം എടുക്കാൻ. അച്ഛൻ ഈ കല്യാണം നടത്തി കൊടുക്കരുത്. അച്ഛൻ എന്തിനാ ഇവരുടെ മുന്നിൽ അടിയറോ പറയുന്നത്? എന്ത് വേണമെന്ന് എനിക്കറിയാം. നീ ഇവളെ പിടിച്ച് കതർമണ്ഡപത്തിലിരുത്ത്. അച്ഛൻ എന്നോട് എങ്ങനെ ഇത് പറയാൻ പറ്റുന്നത്? നീ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. എനിക്ക് പറയാനുള്ളത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ പറയുന്നത് കേൾക്കാനേ ഞാനിപ്പോ നിന്റെ അച്ഛനല്ല, നീ എന്റെ മകളുമല്ല. ആ ബന്ധവും സ്ഥാനവും കുറച്ചു മുമ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ഞാൻ എന്തിന് നിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കണം? ശരി, എന്റെ മകളായി കാണണ്ട. എന്റെ മനസ്സിൽ എന്താണെന്ന് ഇനിയെങ്കിലും നിങ്ങളൊന്ന് അറിയണം. ഇതിങ്ങനെ വിട്ട് ശരിയാവില്ലല്ലോ. ഉമ്മാവന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് ഗിരിയേട്ടനും പാർച്ചേച്ചിയും തമ്മിലുള്ള കല്യാണം നടക്കണം. കുഞ്ഞി, നമുക്ക് പാറച്ചേച്ചിയെ കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുവരുത്താം. അമ്മാവ, അപ്പച്ചി, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. നിങ്ങൾ എന്തേ കാണിക്കുന്നത്?